അങ്ങനെ ഞങ്ങൾ ഫൈനലി ബോബി ചേട്ടനെ കണ്ട്. നേപ്പാളിലുള്ളൊരു മലയാളി. ഞാൻ പറഞ്ഞു നേപ്പാളിലെ ഫേമസ് ആയിട്ടുള്ള മലയാളി. ചേട്ടൻ ഇപ്പൊ 15 വർഷമല്ലേ? ഞാൻ 15 വർഷമായി. നാട്ടില് നമ്മുടെ പൈങ്ങോട്ടൂരാണ് പൈങ്ങോട്ടൂർ പഞ്ചായത്തിൽ 1-ാം വാർഡിലാണ്. ഓക്കെ. അപ്പോ ആർക്കെങ്കിലും നേപ്പാൾ വന്നോന്നുണ്ടെങ്കിൽ ബോബി ചേട്ടനെ കണക്ട് ചെയ്ത് ഓൾറെഡി എല്ലാവർക്കും അറിയാം. ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ ബോബി ചേട്ടൻ്റെ വ്ളോഗും കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും നേപ്പാളിൽ വരാൻ എന്തെങ്കിലും സഹായമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ബോബി ചേട്ടനെ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ സഹായിക്കും. ധൈര്യമായിട്ടും പോരാ. നേപ്പാൾ ഒരിക്കലും ജീവിതത്തിൽ കാണേണ്ടതാ ശരിക്കും. അതെ അതെ. അങ്ങനെ ബോബി ചേട്ടൻ്റെ ഒപ്പം നേപ്പാളിൽ ഞാനാണ് ബോബി. പാർക്കിലേക്കൊക്കെ വരാനുണ്ടെങ്കിൽ റൂമായാലും എന്തായാലും ബോബി ചേട്ടൻ ഹെൽപ്പ് ചെയ്യും. ട്രാവൽ ഏജന്റ് ടൂർ ഓപ്പറേറ്റർ അല്ല, അറിയാവുന്ന എല്ലാം പറഞ്ഞുതരും. നിങ്ങൾക്ക് നേപ്പാളിൽ വരാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ എല്ലായിടത്തും അന്വേഷിച്ചിട്ട് ഒരു സ്ഥലത്ത് നടക്കാത്ത കാര്യങ്ങൾ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ ചെയ്തുതരാം. അതെ, കമ്മീഷൻ ബേസിൽ ചെയ്യുന്ന ഒരാളൊന്നുമല്ല. നമ്മളൊരു മലയാളി, നമ്മൾ ഹെൽപ്പ് ചെയ്യും. വേറൊരു മലയാളി ഗോപാൽ, എവിടെ സ്ഥലം? തൃശ്ശൂരിൽ നിന്ന് ഒന്നാണ്. അത് നമ്മുടെ അടുത്ത് ആലൂര്. അപ്പോ ചേട്ടൻ്റെ ഫാമിലിയൊക്കെ നാട്ടില്? എന്റെ നാട്ടിലാണ്, പാലായില. വൈഫ് നേഴ്സാണ്. പാല തന്നെയാണോ? പാലയിൽ കൊല്ലപ്പള്ളി. ഇല്ല, വർക്ക് ചെയ്യുന്നില്ല. ഞാൻ താമസം ഞങ്ങൾ മൂവാറ്റുപുഴ പൈങ്ങോട്ടൂരാണ്. വൈഫിന്റെ വീടായി കൊല്ലപ്പള്ളി. ഓക്കെ ഓക്കെ. പാലയിൽ കുറച്ച് അറിയണവരൊക്കെ ഉണ്ട്. ആണോ? പറഞ്ഞാൽ എല്ലാവരോടും ഹായ് പറഞ്ഞത്. നേപ്പാളിൽ നിന്ന് എനിക്ക് 2 മക്കളാണ്, ഒരു മോനും ഒരു മോളും. രണ്ടുപേരും പോത്താനിക്കാട് സെന്റ് സേവിയേഴ്സിൽ പഠിക്കും. പോത്താനിക്കാട്. ഇപ്പോ ഇവിടെ രണ്ടുപേരും ഇവിടെ ജനിച്ചത്. പക്ഷെ ആ ലോക്ക്ഡൌണിന്റെ സമയത്ത് അവര് തിരിച്ച് നാട്ടിലേക്ക് കൊണ്ടുവരില്ലേ. പിന്നെ അവരെ അങ്ങനെ സ്കൂളിൽ ചേർത്തു. ആ ഓൺലൈൻ ക്ലാസ് ഒക്കെ വന്ന സമയത്ത് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റിയില്ല. അങ്ങനെ അവരവിടെ ചേർത്തു. അവരവിടെ ഉണ്ട്. ഇപ്പോൾ ആർക്കെങ്കിലൊക്കെ വന്നോന്നുണ്ടെങ്കിൽ വരാം. എല്ലാ യൂട്യൂബേഴ്സും മലയാളികളെല്ലാവരും വന്ന ഒരു ആളാണ്. അല്ലെങ്കിൽ ഇവിടെ വരുമ്പോൾ കോണ്ടാക്ട് ചെയ്യുന്ന ഒരാളാണ്. കാരണം ലോക്കലായിട്ട് ഒരാൾ കൂടി ഉണ്ടെങ്കിൽ നല്ലതാണ്. ഇന്ന് ഞങ്ങൾ കുറച്ച് സ്ഥലങ്ങളിൽ പറ്റിച്ചേർന്നു. പ്രത്യേകിച്ച് ബസ്സിൽ പൈസ മാറ്റി തന്നില്ലേ? ഇത് കടക്കൊട്ടെ പറയുന്നത് അതിന്റെ പേര് അറിയാമോ? 100-200 രൂപ 300 രൂപ 150 എടുക്കും. ചിലവര് ബോർഡറിലൊക്കെ 150 നഷ്ടം ശരിക്കും. നമുക്ക് 160 കിട്ടണം. 1.60 ആണ് ശരിക്കും നമ്മുടെ 1200 രൂപയ്ക്ക് കിട്ടുന്നത്. 1000 രൂപയ്ക്ക് 1200 രൂപ നമുക്ക് കിട്ടണം. ഇന്ന് ബസ്സില് കഴിഞ്ഞ ദിവസം 40 ടിക്കറ്റ് എടുത്ത സ്ഥലത്ത് ഇന്ന് 250 രൂപ. നമുക്കൊന്നും പറയാനും പറ്റില്ല. ലോക്കൽ ആളായിരുന്നു. നമ്മള് അപ്പൊ തന്നെ കറക്റ്റ് അതൊന്ന് പിന്നെ പ്ലാൻ ചെയ്തു വരിക. സംശയങ്ങളൊക്കെ ഒന്ന് ചോദിച്ച് ക്ലിയർ ആക്കുക. വന്നു കഴിയുമ്പോൾ എവിടെയാണ് താമസിക്കാൻ പറ്റുന്നത്, ഏതാണ് ബസ്സിന് പോകേണ്ടത്, പിന്നെ ഇതിന്റെ ഉള്ളില് ടാക്സി വേണോ, ഷെയർ ടാക്സി വേണോ, അത് ലോക്കൽ ബസ്സിന് പോകണം. ഇത് തന്നെ 3 മാർഗമുണ്ട് നേപ്പാളിൽ പോകാൻ. എങ്ങനെയാണെന്ന് അറിയാമോ? ലോക്കൽ ബസ് കിട്ടും. നാളെ നിങ്ങൾ ചിത്വാനിലെ പോണേ, നിങ്ങൾക്ക് വേണമെങ്കിൽ ലോക്കൽ ബസ് കിട്ടും. 16 സീറ്റിന്റെ മൈക്രോ കിട്ടും, ടൊയോട്ട ഹൈസിന്റെ. പിന്നെ AC ബസ് കിട്ടും. AC ബസ് നേരത്തെ ബുക്ക് ചെയ്യുന്ന മതി. 500 രൂപ ടിക്കറ്റ് ഉള്ളൂ. 40 സീറ്റിന്റെ ബസ്. അതിന്റെ ഫോറിനേഴ്സും നിങ്ങൾ മാത്രം ഒരു സീറ്റ്. 500 രൂപ നമ്മുടെ ഇന്ത്യൻ, 800 രൂപ നേപ്പാളി. മറ്റേതിന് 550 രൂപ നേപ്പാളി. അത് ഈ 16 സീറ്റിന്റെ ആ വെള്ള വണ്ടി കണ്ടിട്ടാണ് അതിന്. അതാണെങ്കിൽ അതും കംഫർട്ടബിൾ. കാരണം വേറെ എവിടെ നിർത്തില്ല. ഭക്ഷണം കഴിക്കാനും വേണ്ടി പിന്നെ ടോയ്ലറ്റിൽ പോകാൻ വേണ്ടി മാത്രമേ നിർത്തുള്ളൂ. പിന്നെ മറ്റേ ലോക്കൽ ബസ് എന്ന് പറഞ്ഞാൽ എല്ലാം നിർത്തിയേ പോവുള്ളൂ. അപ്പൊ ഒരു സമയം ഒരുപാട് എടുക്കും. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും എയർപോർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. കാരണം ഇവിടെ ട്രാവലിംഗ് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പോ ഇവിടെ ഡൊമസ്റ്റിക് എയർപോർട്ട്സ് ഒക്കെ എപ്പോഴും ചീപ്പാണ്. കാരണം കാഠ്മണ്ഡു ടു പൊക്ര ടു ചിത്വാൻ, കാഠ്മണ്ഡു ടു ചിത്വാൻ ഇവിടെ 44 എയർപോർട്ട് ഉണ്ട്. നോർമലി എത്ര രൂപ ഇന്ത്യക്കാർക്ക് തന്നെ? ഇന്ത്യക്കാർക്ക് നമുക്ക് ആധാർ കാർഡ് മാത്രം മതി. ഒരു 2000-3000 ഇടയ്ക്ക് അവരോട്. ഇവിടുന്ന് പൊക്രയ്ക്ക് പോകാൻ 2500 ഇന്ത്യൻ റുപ്പീസ്. എല്ലാം 3000 താഴെ വരുള്ളൂ. ആകെ ചെലവ് വരുന്ന മറ്റേ കാഠ്മണ്ഡു ടു ബോർഡർ നമ്മുടെ ഭൈരവ സുനോലി അങ്ങോട്ട് 3250 രൂപ. പിന്നെ ഓൺലൈൻ ബുക്കിംഗ് ഉണ്ട്. ഓൺലൈൻ ഇച്ചിരി പാടാണ് നമുക്ക് ബുക്ക് ചെയ്യാൻ. കാരണം നമ്മുടെ കാർഡൊന്നും വർക്ക് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ മിക്കവാറും ഞാൻ ഒത്തിരി ചെയ്ത് കൊടുക്കാറുണ്ട്. പിന്നെ ഒരു നേപ്പാളി നമ്പർ കൊടുക്കുക. നല്ല ഫ്ലൈറ്റ് ഡിലേ ആവുമോ, എയർലി ആവുമോ, അല്ലെങ്കിൽ ക്യാൻസൽ ആവുമോ ചെയ്ത് കഴിഞ്ഞാൽ നേപ്പാളി നമ്പർ ആവുമ്പോൾ പെട്ടെന്ന് ഇൻഫർമേഷൻ കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾ ഇന്ത്യൻ നമ്പർ കൊടുത്തേച്ച് പോകുന്ന കഴിഞ്ഞിട്ട് ഇവിടെ എത്തുമ്പോഴത്തേനും മെസ്സേജ് വരുന്ന അതിൻ്റെ അകത്തായിരിക്കും. അങ്ങനെ നേപ്പാളി സിം ഒക്കെ ഒരെണ്ണം കയ്യിലുള്ളത് എപ്പോഴും നല്ലതാണ്. നേപ്പാളി സിം വളരെ ഈസിയാണ്. നിങ്ങൾ എടുത്തില്ലായിരുന്നോ? ഞങ്ങൾ എടുത്തില്ല, ഫ്രണ്ടിന്റെ സിം യൂസ്. കുഴപ്പമില്ല. എന്താ വെച്ചാൽ ഒരു ആധാർ കാർഡും കൊടുക്കുക, ഒരു ഫോട്ടോയും കൊടുത്തു കഴിഞ്ഞാൽ, ചിലയിടത്ത് ഫോട്ടോയും വേണ്ട കാരണം അവർ മെഷീൻ സെറ്റ് ആയി. അപ്പൊ കൊടുത്തു കഴിഞ്ഞാൽ 2 മിനിറ്റ് കൊണ്ട് അവർ ആക്ടിവേഷൻ ആക്കി തരും. എടുക്കുമ്പോൾ എൻസെൽ എടുക്കണം. എൻസെല്ല ബെസ്റ്റ്. മറ്റേ 2 ഉണ്ട്. എൻസെല്ലിന്റെ NTCന്റെ സ്മാർട്ട് ഉണ്ട്. അതിന്റെ അകത്ത് എൻസെല്ല നല്ലത്.
NTC നമ്മുടെ BSNL ഒക്കെ പോലെ തന്നെ. NCL പ്രൈവറ്റ് ആണ്, ഇച്ചിരി പൈസ ലേശം കൂടുതലാണെങ്കിലും നല്ല റേഞ്ച്, നല്ല സംഭവം. പിന്നെ നിങ്ങൾ ഏത് ഹോട്ടലിൽ കയറിയാലും ഇവിടെ വൈഫൈ കിട്ടും, പാസ്വേഡ് കിട്ടും. ഇപ്പൊ ഈ ഹോട്ടലിൽ ചോദിച്ചാൽ പാസ്വേഡ് വരും. നിങ്ങൾക്ക് ഭക്ഷണമൊക്കെ ഓർഡർ ചെയ്യുമ്പോൾ ഒരു 10-20 മിനിറ്റ് പിടിക്കും, ഒരു ഹോട്ടലിൽ പെട്ടെന്ന് ഭക്ഷണം കിട്ടില്ല. അപ്പൊ അതൊരു വൈഫൈ യൂസ് ചെയ്തോണ്ടിരിക്കാം. അങ്ങനെ 10 രൂപ ചില ഗുണങ്ങളില്ല കൊടുക്കുക. അപ്പോൾ നേപ്പാളിലെ എന്ത് സംശയങ്ങളുണ്ടെങ്കിലും എന്ത് കാര്യത്തിനും കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ബോബിച്ചേട്ടൻ്റെ ചാനൽ ഞാൻ താഴത്ത് മെൻഷൻ ചെയ്തേക്കാം, കോൺടാക്ട് നമ്പർ ഇട്ടേക്കാം. അപ്പോൾ എന്തുണ്ടെങ്കിലും ബോബിച്ചേട്ടനെ കോൺടാക്ട് ചെയ്യാം. ഇവിടെ വരുമ്പോൾ ഇനി നിങ്ങൾ വേറൊരു ആവശ്യമില്ലെങ്കിൽ പോലും ജസ്റ്റ് ഒരു മലയാളിയാണ്, അപ്പോൾ കാണണമെന്നുണ്ടെങ്കിൽ അതിൽ വലിയ സന്തോഷമുണ്ട്. അപ്പോൾ എന്റെ വീട് ചിത്വാലിലാണ്. വീട്ടിലൊക്കെ വന്ന് ഫ്രീ ആയിട്ട് താമസിച്ചത്, വീട് കാലിയായിട്ട് കൊടുക്കുക. എന്റെ നിങ്ങൾ കണ്ടാണല്ലേ എന്റെ യൂട്യൂബ് ചാനലിൽ അല്ലെങ്കിൽ എന്റെ വീഡിയോസ് ഫേസ്ബുക്ക് പേജിലൊക്കെ ഉണ്ടാവും. ഭക്ഷണവും താമസം ഫ്രീ ആണെന്ന് പറഞ്ഞ് ഒരു വീഡിയോ കിട്ടുണ്ടായി. അപ്പോൾ ആർക്ക് വേണമെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ചിത്വാലിൽ താമസിക്കണമെന്നുണ്ടെങ്കിൽ ചേട്ടൻ്റെ വീട്ടിൽ താമസിക്കുക. അപ്പോൾ എല്ലാവർക്കും അതൊരു ഹെൽപ്പാണ്. അപ്പോൾ താങ്ക് യു ചേട്ടാ. ആക്ച്വലി കാഠ്മണ്ഡുവിൽ നിന്നും ചിത്വാനിലേക്കുള്ള നേപ്പാളി ടൂറിസ്റ്റ് ബസ് ബുക്ക് ചെയ്തു തന്നതും ബോബി ചേട്ടനായിരുന്നു. പിന്നീട് കുറച്ച് മണി എക്സ്ചേഞ്ച് ചെയ്യണമായിരുന്നു, അതും ബോബി ചേട്ടനാണ് ഞങ്ങളെ ഹെൽപ്പ് ചെയ്തത്. അതുമാത്രമല്ല തൊട്ടടുത്ത ദിവസം ഞങ്ങളെ അവരുടെ വീട്ടിലേക്ക് ക്ഷണിച്ചിരുന്നു, ചിത്വാനിലുള്ള വീട്ടിലേക്ക്. അപ്പോൾ ആ വിശേഷങ്ങൾ നമുക്ക് കാണാം. ഗൈസ്, അങ്ങനെ ഞങ്ങൾ ബോബിച്ചേട്ടൻ്റെ വീട്ടിലെത്തി നേപ്പാളിൽ. ബോബിച്ചേട്ടൻ പോണ്. ബോബിച്ചേട്ടനെ കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. ബോബിച്ചേട്ടൻ്റെ വീടും ബോബിച്ചേട്ടനെ കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇന്ന് സ്പെഷ്യലായിട്ട് നമുക്ക് വേണ്ടി മറ്റേ തലശ്ശേരി ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ കാണാം ബോബിച്ചേട്ടൻ. ബോബിച്ചേട്ടൻ യൂട്യൂബിലേക്ക് വീഡിയോ ഒക്കെ ഉണ്ട്. അബ്ദുള്ളക്ക് അവിടെ തലശ്ശേരിയാ, ആലുവ. ഞാൻ അതെ, മലയാളികളെല്ലാവരും നേപ്പാളിലേക്ക്. ഞാൻ കണ്ടു. ബോബിച്ചേട്ടന്റെ വീട്ടിലെത്തി. നേപ്പാളി സംസാരിക്കുന്നു. അവൻ തന്നെ ഇതാണ് മറ്റേ മലയാളികളൊക്കെ വന്ന് നിൽക്കണ വീട്. ഇവിടെയാണ് നമ്മുടെ അബ്ദുള്ളഖാന്റെ ബിരിയാണി. ഓക്കെ, അബ്ദുള്ളഖാന്റെ ബിരിയാണി ചൂടായിക്കൊണ്ടിരിക്കും. ഇതൊരു ഓൾറെഡി ഇന്നലെ കഴിച്ചിരുന്നു അല്ലേ? ഇന്നുണ്ടാക്കുന്നുണ്ട്. ഇന്ന് ആൾക്കാർ വന്നിട്ടുണ്ട് ഇവിടെ, മലയാളികൾ. അപ്പോൾ അടിപൊളി. നമ്മുടെ നാട്ടുകാരെ കാണുമ്പോൾ ഒരു സന്തോഷം. ആലുവ, എറണാകുളം. അങ്ങനെ അബ്ദുള്ളഖാന്റെ ബിരിയാണി. തലശ്ശേരി ബിരിയാണി. സാബ് ജോസ്, അഭിഷേക് ആദ്യമായിട്ട് തലശ്ശേരി ബിരിയാണി ഫസ്റ്റ്. അഭിഷേക് ഫസ്റ്റ് കഴിക്കും. ഇപ്പൊ കഴിക്കട്ടെ. അബ്ദുള്ളക്ക, താങ്ക് യു. പിന്നെ നമ്മളെന്തായാലും കാണും. ബോബി ചേട്ടാ, ഞങ്ങക്ക് പോവാൻ കുറച്ച് തിരക്കുള്ളതുകൊണ്ടാണ്ടോ, വേറെ തോന്നരുത്. ഓക്കെ 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 ഓക്കെ. ജോസ് സാറ് പോയാ? ജോസ് സാറ് പോയെന്ന് പറയാം. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അതെ, ഓക്കെ. നാട്ടിൽ വരുമ്പോ വിളിക്കാം. എറണാകുളത്തേക്ക് ഇറങ്ങുമ്പോൾ വിളിക്കട്ടേക്കാം. ഓക്കെ, ശരി എന്നാ, താങ്ക് യു. അങ്ങനെ ബോബിച്ചേട്ടനോടൊപ്പം ജോസഫ് സാറിനോടൊപ്പം അബ്ദുള്ളാഖാനോടൊപ്പം ഒരു സെൽഫിയും എടുത്ത് ഞങ്ങൾ നേപ്പാളിലെ ഫ്രീക്കൻ്റെ ഓട്ടോറിക്ഷയിൽ കയറി സുഭാഷിൻ്റെ വീട്ടിലേക്ക് യാത്രയായി.